ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ റിസ്ക് എടുത്തിട്ടായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെക്കുക. കാരണം നിങ്ങൾ ഇടയ്ക്കൊന്ന് ഏതെങ്കിലും ഒരു ആശുപത്രിയിലൊക്കെ ഒന്ന് പോയി നിങ്ങൾ അവിടുത്തെ രോഗികളെയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ആളുകളും എത്രയോ ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് അവിടെ കിടക്കുന്നത്. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ക്യാൻസർ രോഗം വരിക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലൊക്കെ ഒരാൾക്ക് ഉണ്ടാകാറ്. പക്ഷെ ഇന്നോ ഒരു വാർഡിൽ തന്നെ എത്ര പേർക്ക് ക്യാൻസർ രോഗം വരണേ. അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പണ്ട് നമ്മൾ കേട്ടുകേൾവിയാണുള്ളത്. പക്ഷെ ഇന്നോ ഒരുപാട് പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ എല്ലാ രോഗങ്ങളും കൂടി, അതോടൊപ്പം അപകടവും കൂടി, ചികിത്സ ചെലവും വളരെ ഭീമമായി കൂടി. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ മറികടക്കാനായിട്ട് നമുക്ക് വേറെ പോംവഴി ഒന്നുമില്ല. കാരണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 3 വർഷത്തിലൊരിക്കൽ ഒരു ഫാമിലിയില് ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുന്ന പറയും. അപ്പൊ നമ്മള് ഒരു ഫാമിലി പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരിക്കൽ പോലും നഷ്ടം വരില്ല. കാരണം 2, 3, 4 കൊല്ലം കഴിയുന്ന സമയത്ത് അതിനേക്കാൾ വലിയ സംഖ്യ ഹോസ്പിറ്റലാണ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പലരോടും നിർബന്ധിച്ചിട്ടായാലും ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിക്കുന്നത്. കാരണം ഞങ്ങളിത് ഒരുപാട് ദിവസം കാണുന്നതാണ്. ഓരോരുത്തർ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ക്ലെയിം എൻക്വയറിക്കായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പേരാണ് ഒരു ജീവിക്കാൻ മാർഗം പോലും ഇല്ലാത്ത ആൾ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ചെലവായി കിടക്കുന്നത്. കാരണം വലിയ കടമായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക. അപ്പൊ അതിന് പ്രീമിയം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രായം കൂടിയവർക്ക് പ്രീമിയം കൂടുതലാണ്, പ്രായം കുറഞ്ഞവർക്ക് പ്രീമിയം വളരെ കുറവാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിന്റെ അഷർ എന്ന് പറഞ്ഞൊരു പോളിസി. ആ പോളിസി ഇപ്പൊ ഒരു ഫാമിലി ആയിട്ട് എടുക്കുന്ന ഒരാൾ, അതായത് അച്ഛനും 35 വയസ്സിന് താഴെയുള്ള അച്ഛനും അമ്മയും 2 കുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ പോളിസിയാണ്. മിനിമം 5 ലക്ഷം രൂപയാണ് പോളിസി സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 ലക്ഷം രൂപയുടെ പോളിസിക്ക് നമുക്ക് ഒരു വർഷത്തിൽ വരുന്നത് 17,611 രൂപ ഏകദേശം. ഇയാളത് 10 ലക്ഷം എടുക്കുകയാണെങ്കിലോ അത് 23,785 രൂപയാണ് പ്രീമിയം വരും. അതായത് ഡബിൾ ആകണില്ല. പോളിസി വലുതാന്ന് പറയും, പ്രീമിയം ഡബിൾ ആകണില്ല. ഇനി 36 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു ഫാമിലിയാണ്, ഇതേപോലെ അച്ഛനമ്മ 2 കുട്ടികളാണെങ്കിൽ അവർക്ക് 5 ലക്ഷം രൂപയ്ക്ക് വരുന്ന പ്രീമിയം ഏകദേശം 19,675 രൂപയാണ്. ഇത് 10 ലക്ഷത്തിനാണെങ്കിലോ 26,321 രൂപ. ഇനി നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ 35 വയസ്സ് താഴെ ഒരാളാണെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വരുന്ന 6,901 രൂപയാണ് പ്രീമിയം വരുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് 9,470. അതായത് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ പോളിസി ഒരു 35 വയസ്സ് താഴെ ഒരാൾക്ക് കിട്ടും. ഇനി പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടും, അത് വേറെ വശം.